അസ്സലാമു അലൈക്കും. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അൽ ബദർ പൂർണ്ണ ചന്ദ്രൻ, യഹൂദി ജൂതൻ, സനിയാത്തുൽ വദാ മദീനയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ, ത്വലഅ ഉദിച്ചോ, ഖുബാ മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ശുക്ർ നന്ദി, ബനു സാലിം ബിനു ഔഫ് ഒരു ഗോത്രം, മുഹാജിർ ഹിജ്റ ചെയ്ത ആൾ, ഷറഫ ശ്രേഷ്ഠമാക്കി, മർഹബ സ്വാഗതം, അൻസ്വാരി മുഹാജിറുകളെ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസി, മിമ്പർ ഖുത്ബ നിർവഹിക്കുമ്പോൾ കയറി നിൽക്കുന്ന സ്ഥലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുഈദു അശ്റത അസ്ഇലത്തിൻ മഅ അജ്വിബതിഹ. അതായത് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ തന്നെ 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെ? ഉത്തരം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ ജുമുഅ ഏത്? ഉത്തരം ബനു സാലിം ബിനു ഔഫിന്റെ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ജുമുഅ. 3. അൻസാറുകളിലെ 2 പ്രമുഖ ഗോത്രങ്ങളുടെ പേര് എഴുതുക. ഉത്തരം ഔസ് ഖസ്റജ്. 4. ശ്രേഷ്ഠതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി ഏത്? ഉത്തരം മസ്ജിദുൽ ഹറാം. 5-ാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദിവസമാണ് ഖുബായിൽ താമസിച്ചത്? ഉത്തരം 4 ദിവസം. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദ് ഖുബാ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 100 പേർ. 8. മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി ഈ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. 9. ശ്രേഷ്ഠതയിൽ 2-ാം സ്ഥാനം അലങ്കരിക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൻ നബവി. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.